ഓൾമോസ്റ്റ് എല്ലാ സ്പേസ് റിലേറ്റഡ് റീലിലും നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു പോസിറ്റീവ് തോട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ ഭൂമി നശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകാൻ കേപ്പബിൾ ആവുമെന്ന്. എന്നാൽ നമ്മൾ മനുഷ്യർ ഇവിടെ ഭൂമിയിൽ തന്നെ ട്രാപ്പായി പോകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് കെസ്ലർ സിൻഡ്രോം. നിലവിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്ന 36,000-ലധികം ബഹിരാകാശ മാലിന്യങ്ങൾ അഥവാ സ്പേസ് ഡെബ്രി ഉണ്ട്. അവ കൂടാതെ ചെറുതും കണ്ടെത്താൻ കഴിയാത്തതുമായ കോടിക്കണക്കിന് പീസസും. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് ഇവയിൽ ഒട്ടുമിക്കതും. ഈ വേഗതയിൽ വരുന്നതുകൊണ്ട് ചെറിയ കഷ്ണങ്ങൾ പോലും ഉപഗ്രഹങ്ങളെ തകർക്കുകയോ ബഹിരാകാശ പേടകങ്ങൾക്ക് കേടുവരുത്തുകയോ ചെയ്യും. ഇതുപോലുള്ള ബഹിരാകാശ അവശിഷ്ടങ്ങളും ഉപഗ്രഹങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചാൽ കൂടുതൽ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും അത് പിന്നീട് അനിയന്ത്രിതമായ കൂട്ടിയിടികൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് കെസ്ലർ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇത് ഗ്രാജുവലി നടക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിലും ചില സംഭവങ്ങൾ സ്പേസ് ഡെബ്രിയുടെ എണ്ണം പെട്ടെന്ന് കൂട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് 2007 ചൈന ഒരു ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണത്തിലൂടെ അവരുടെ തന്നെ ഒരു ഉപഗ്രഹത്തെ മനഃപൂർവ്വം നശിപ്പിക്കുകയുണ്ടായി. 3000-ലധികം പുതിയ അവശിഷ്ട ശകലങ്ങളാണ് സ്പേസിൽ ഇത് കാരണം ഉണ്ടായത്. കെസ്ലർ സിൻഡ്രോമിൽ പറയുന്ന പോലൊരു സാഹചര്യത്തിലെത്തിയാൽ നമ്മുടെ സ്പേസ് ഒരു മൈൻഡ് ഫീൽഡ് പോലെയാകും. എവിടെ തൊട്ടാലും പൊട്ടിത്തെറികൾ. അത് GPS, ഇന്റർനെറ്റ്, കാലാവസ്ഥാ നിരീക്ഷണം, ആശയവിനിമയം തുടങ്ങിയ ആവശ്യ ഉപഗ്രഹ സേവനങ്ങളുടെ നഷ്ടത്തിന് കാരണമാക്കും. ഇത് മുഴുവൻ മാറുന്നതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ പോലും ഭൂമിയിൽ നിന്നും പുറത്തുപോയി പര്യവേഷണങ്ങൾ നടത്താൻ പറ്റാതെയാവും. ഈ അപകട സാധ്യതകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്പേസ് ഡെബ്രി വൃത്തിയാക്കാനും കൂടുതൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എഫക്റ്റീവ്ലി തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിലെ ജനറേഷനെങ്കിലും അവിടെ എത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കാനായിട്ട്.